என்ன இங்க கலாட்டா? ഞാൻ പറയാം മാഡം ഞാൻ എൻട്രസ് തമിഴില് സംസാരിച്ച് ഭാഷ അപമാനിക്കണ്ട. മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഭാഗ്യം മലയാളിയാ മാഡം. വേറെ ഒന്നുമില്ല, ഞങ്ങളൊരു വഴി അന്വേഷിച്ച് വന്നപ്പോ ആദ്യം ഇയാളോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു തന്നു. എന്നിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹത്തോടും കൂടി ഒന്ന് ചോദിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓ, ഒരാളോട് ചോദിച്ചറിഞ്ഞ വഴി വേറൊരാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തില് ഇത് സ്ഥലം വേറെ. വാ. എങ്ങോട്ട്? യോ വായാ. ഒരു 500 രൂപ കൊടു. എന്തിന്? കൊടുന്ന് സൊല്ലുറ. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപയായനെ. ആ എല്ലാരും പോങ്ക 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 പോങ്ക. യോ പോയാ. പോങ്ക പോങ്ക. അപ്പുറം പാക്കലാം. അപ്പനെ പോക്കാനാ? വെറുതെ നോക്കിട്ട് വരണം. ഇതെന്ത് നാടിത്? കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? ആരോടെങ്കിലും ചോദിക്കാം. മറ്റേ 500 രൂപ കേസ് എന്താണോ? എന്താ ഇവിടെ? അല്ല, ഇവിടെ ഒരു സൈക്കിൾ കടയുണ്ടേ. മോനൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിട്ടാ. വണ്ടി എങ്ക പാർക്ക് பண்ணிருக்க? വണ്ടി അങ്ക. ഇത് എന്താ ഇടം தெரியுமா? തമിഴ്നാട്. கோயம்புத்தூர். மதிராசி. வண்டி நோ பார்க்கிங் இடத்துல பார்க் பண்ணிருக்க. போர்டு பார்க்கலையா? எங்க? அங்க. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. ഒയ്യോ സോറി മാഡം, എനിക്ക് തമിഴ് അത്ര വശമില്ല. അതെന്റെ കുറ്റമല്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. വാ. വായാ. എന്തിന്? ഒരു 500 രൂപ. 10 മിനിറ്റ് മുമ്പല്ലേ ഞാനിപ്പോ 500. അതുകൊണ്ടാണ് 500 ആക്കിയതില്ലെങ്കിൽ 1000 തരേണ്ടി വന്നേ. മാഡം ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണമെങ്കിൽ കൊടുത്തിട്ട് പോവാൻ നമുക്ക്. കൊടുത്തേക്ക്. ഓക്കെ, പയ്യനക്ക് നല്ല സൈക്കിൾ വാങ്ങിട്ട് പോ. അപ്പോ വണ്ടി ഇവിടുന്ന് വേഗം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടണം. ഓക്കെ, മാറ്റിയിടാം. കീ നിന്റെ വേഗം ഇടണേ. പെട്ടെന്ന് വേണം. പോയാ തമിഴ് അറിയില്ല, കോപ്പ് അറിയാതെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതിന് എന്റെ കിട്ടുക എന്തിനാ? എടുക്കണം ഇങ്ങോട്ടേക്ക്. അണ്ണേ, വണ്ടി ഇങ്ങ പാർക്ക് പണ്ണാമ വേറെ എടുത്ത് മാറ്റി இந்த இடத்துல പാർക്ക് ചെയ്ത് 500 രൂപ പോവും. മാത്രമല്ല ഇവിടെ കുറച്ച് കുത്തും കിട്ടും. ഇത് നോ പാർക്കിംഗ് ഏരിയ തന്നോടാരാ പറഞ്ഞേ? അടി ചക്കര, അണ്ണന്മാര് മലയാളികളാണല്ലേ. ദേ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, നോ പാർക്കിംഗ്. ഹലോ, അത് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്നാ. ഇവനൊക്കെ ഇത് എവിടെ നടാ? പല പിന്നെയും പോയി നമുക്ക് വിട്ടുപോവാം. നീ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടെയെങ്കിലും കണാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ചന്ദ്രന്റെ ശരീരത്തിൽ എവിടെ ഒരു കിടപ്പുണ്ട്. വന്നപ്പോ മുതൽ തുടങ്ങിയത്. വാ. പാർക്കിംഗ് ഫീസ് എത്രയായി? 100 രൂപീസ്. 100. നീയോ? ഓഹോ, അപ്പൊ പോലീസിന്റെ വേഷം മാറി നീ ഈ പണിക്കിറങ്ങിയോ? ഞാൻ പല ജോലിയും ചെയ്യും. സംസാരിച്ചിരിക്കാതെ വേഗം പൈസ എടുക്കണോ? ഹലോ മോള, ആരോടാ സംസാരിക്കുന്ന അറിയാമോ? തരാൻ മനസ്സില്ലെങ്കിലോ? ഇതെന്താ വെള്ളിരിക്കപ്പെട്ടോ? ജയബാല, വിളിക്കണ പോലീസിനെ. ഇവളുടെ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചിട്ട് நான் இங்க வச்சிருந்த 5000 ரூபாயை இந்த ஆளு புடுங்கிட்டாரு. அப்படியே? அங்கயா கஜனாவில வச்சிருக்குது? இல்ல இல்ல, அங்க தேடுறா. ஒரு கெட்ட நோட் இருக்கு. அப்படியா? ஐயோ கெட்டல்ல. പിന്നെ കെട്ട് നോട്ടല്ല. காசு குடுறா. കെട്ടില്ലെന്ന് വിടറാ. காசு குடுறா. டேய் சீக்கிரம் குடுறா. കൊടുക്കല്ലേ? அங்கஜி என்ன பாரு, கரெக்ட்டா இருக்காது. ഭാഗ്യം, ബാക്കി ആ ഫ്രണ്ടുകൾ കണ്ടില്ല. താങ്ക്സ് അണ്ണൻ. வாங்கடா. ഡേയ്,
ഇതെപ്പോഴത്തെ അവിടെ വെച്ച്? മോനെ അന്യനാടാ കഷ്ടകാലക്കെ സമയപ്പർ കോണാൻ പാമ്പ് ഹോക്കറൊക്കെ ഒത്തുകേ അതുകൊണ്ടല്ലേ അവിടെ ഒളിപ്പിച്ചത്. താങ്ക്സ് ചേട്ടാ. എടി നിന്നെ ഞാൻ- വേണ്ട. പീഡനം. പീഡനം ചന്ദ്രൻപിള്ളയ്ക്ക് 10 വർഷം കഠിന തടവും പിഴയും. പീഡനം. പീഡനത്തിന് ലോകത്തെങ്ങും ഒരേ ശിക്ഷ. നാറും. എടി നാണവും മാനവും കെട്ട ശവമേ, നീയൊക്കെ അത്രയ്ക്കൊന്നും ഇല്ല. എടി നാണം അവളുടെ പെണ്ണാന്നും പറഞ്ഞിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ. ചേട്ടാ ഈ ലോകം പറ്റിപ്പുകളുടെ ലോകമല്ലേ ചേട്ടാ? എന്താ ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു, ഭർത്താവ് ഭാര്യ പറ്റിക്കുന്നു, സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നു, ജനങ്ങൾ സർക്കാരിനെ പറ്റിക്കുന്നു. പിന്നെന്താ എനിക്ക് പറ്റിച്ചാല്? ചില നേരത്ത് പോലീസ്, ചില നേരത്ത് പാർക്കിംഗ് ഫീ പിരിക്കുന്ന ഏജന്റ്. പല വേഷത്തിൽ എന്നെ പ്രതീക്ഷിക്കാം എപ്പോഴും. പോടി. ഒന്ന് തടവിയേ. സോറി, ഇടി ഇത്ര ഹെവി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ, എന്താ നിന്റെ പേര്? മായ. അതും ഒറിജിനൽ തന്നെയാണോ അതെ. അതോ? പിന്നെ ഈ പേര് വെച്ച് പോലീസ് കംപ്ലൈന്റ് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ യോ സീവിടുവേ. അവൾ എന്ത് ചെയ്യുന്ന ഉദ്ദേശിച്ചത്? കഷ്ടകാലക്കെ സമയമേ കോണാൻ പാമ്പ് ഹോക്കർ കൊത്തുകേ. കള്ളില് നല്ലൊരു കള്ള്, അന്തിക്കട്ട കള്ള്. അടങ്ങി കിടക്കാൻ. ആ കള്ളടിച്ചാലോ പിന്നെ പട്ടന്മാര് തല്ലും. അപ്പാ എപ്പോ? ഞാനാ ടോണിക്കുട്ടൻ. ആ, അയ്യോ. മോനെ ടോണിക്കുട്ടാ, അപ്പന്റെ ബാലൻസ് പോയിടാ. നമുക്ക് പോവാ അപ്പാ. ആ എന്നാ മോൻ സൈക്കിളിൽ കയറിക്കോ, അപ്പൻ ചവിട്ടാം. അപ്പൻ ചവിട്ടി ഞാനും വീഴും അപ്പനും വീഴും. നമുക്ക് നടക്കാം. എന്നാ ഒരു പണി ചെയ്യാം. ആ. ഞാനേ മോനെ എടുക്കാം, മോൻ സൈക്കിൾ എടുത്തോ. ശരി. പോണു. അയ്യോ ആ, അവിടെ നിൽക്കാം മോനെ. മോനെ അപ്പനെ എടുക്കട്ടാ. അങ്ങനെ നടന്നോട്ടെ അങ്ങട്. ആ ഇന്നെന്തിനാ അപ്പം കുടിച്ചേ? വെറുതെ. അപ്പനെ കൂടി ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ എന്റെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ല. ഓ, പുതിയ സൈക്കിള് മേടിക്കുന്ന കാര്യല്ലേ? ആ. അത് അപ്പനെ ഏറ്റുടാ. ശരിക്കും ശരിക്കും അപ്പന്റെ മക്കളെ, പൊന്നു മക്കളെ, എന്തു പരിഭവം അപ്പോൾ. വരുന്നുണ്ട് പിശാചിന്റെ സന്തതി. നിക്കടാ ജോണി, നീ എന്ത് തോന്നിയാസാ കാണിച്ചത്? ടോണിക്കുട്ടനെ പിടിച്ച് ബിവറേജിന് മുമ്പിൽ ക്യൂ നിർത്തിയോ? നിർത്തിയച്ച അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോ പ്രസംഗിച്ചത് കുട്ടികളെ ക്ഷമ അച്ചടക്കൊക്കെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ ഈ പറഞ്ഞ ക്ഷമ അച്ചടക്കൊക്കെ പഠിക്കണമെങ്കിൽ ബീവറേജിന്റെ ക്യൂവിൽ തന്നെ നിക്കണച്ചോ. ചുമ്മാതല്ല നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. ആ ഞാൻ നാളെ അരമനെ പോകുമ്പോ അച്ഛനും എന്റെ കൂടെ വന്നോട്ടോ. അതെന്നാത്തിനാ? അല്ല അവിടത്തെ തിരുമേനി പറഞ്ഞിട്ട് ചെല്ലുമ്പോ ഒരു കുരിശ് കൊണ്ട് ചെല്ലാൻ. ഈ ഇടവകയിൽ ഇത്ര നല്ലൊരു കുരിശ് വേറെ ഉണ്ടോ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇതാരൊക്കെയാ നമ്പീശ മാമ? ഇതിലാരാ എന്നെ കെട്ടാൻ പോകുന്ന ആള്? ഞാനാ. ആഹാ, നല്ല ഗ്ലാമർ ആണല്ലോ. ചേട്ടാ, എനിക്ക് ചേട്ടനുമായിട്ട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം. അതൊന്നും വേണ്ട. വേണം. അപ്പു നിങ്ങളും വാ. വരൂ. വരൂന്നേ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ അവരെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് പോയിരിക്കുക. ഈ കുട്ടി ആരാണെന്നറിയോ? മോനല്ലേ? അത് ശരി. അപ്പൊ എല്ലാ വിവരം അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ? അപ്പ കാശിന? അതെ, കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടേ, അതുകൊണ്ടാ. മര്യാദക്ക് ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണം, ഇല്ലെങ്കിൽ ചവിട്ടി ഇറക്കും ഞാൻ. എന്താടോ മേല് നൊന്തിട്ടേ താൻ പോവും? വേണ്ട. അച്ഛാ വാ, നമുക്ക് പോവാം. എന്താ? വാ. ഒന്നുമില്ല. അയ്യോ, ഇത്ര പെട്ടെന്ന് ഡിസ്കഷൻ കഴിഞ്ഞാ? എന്ത് പറ്റി? എടീ കുരുത്തക്കെട്ടോടെ എന്തിനാണ് ഈ നേരത്തെ ഇവനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നത്? ഇനി ഇവനെ ഇവിടെ കയറ്റി പൊറപ്പിക്കാനാണോ നിന്റെ ഭാവം? എന്താ മോളെ ഇതൊക്കെ? ചന്ദ്രേട്ടൻ മദ്രാശിയിലല്ലേ? അവിടെ ജോലിക്ക് നിൽക്കുന്ന ജാനകിയമ്മയ്ക്കാണെങ്കിൽ നാട്ടിലൊന്ന് പോണം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇവനിവിടെ നിക്കട്ടെ എന്ന്. വാ മോനെ. ഓ, ഈ നാശത്തിനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, പാവം ഒരു ആൺകുട്ടിയല്ലയോ, നിന്നോട്ടെന്ന്. മുതലാളി പെട്ടെന്ന് തട്ടിപ്പോയാ കുടുംബത്തിൽ നാഥനായിട്ട് ഒരാളുണ്ടാകുമല്ലോ. അയ്യോ, അത് வெரி குட், கீப் ஹிம் தேர். தேங்க்ஸ். ஹீரோய்க்கு அழகு இருந்தா போதும், ஆனா வில்லன் ஆவறதுக்கு கொஞ்சம் மூளை வேணும். இதெல்லே പറഞ്ഞത്. എടാ തെണ്ടി ചെക്ക, ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? എന്നെ 7 തവണ കിഡ്നാപ്പ് ചെയ്തപ്പോഴും എസ്പി സാർ ഇത് തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് നിന്റെ 8ാമത്തെ കിഡ്നാപ്പാ? അതെ അങ്കിൾ, നിങ്ങൾ കാണിച്ച റോങ് സ്റ്റെപ്പാ. എന്നെ പിടിച്ചാലൊന്നും എസ്പി സാർ പേടിക്കില്ല, കാരണം ഞാൻ എസ്പി സാറിന്റെ മകനല്ലല്ലോ. മകനല്ലേ? അല്ല, എന്റെ അച്ഛൻ മരിച്ചുപോയി.
അതിനുശേഷം എന്റെ അമ്മയെ കല്യാണം കഴിച്ച ആളാ SP സാറ്. വാണി വാളി ഇതിപ്പോ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെ അല്ല ദേ വന്നു ദാ പോയി